ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, താനായിരുന്നോ? അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല, അതാ ഞാൻ ഇവിടെ ഒന്ന് നോക്കാന്ന് കരുതിയത്. മൈൻഡ് ഒന്നും ശരിയല്ലടോ. അല്ല, മൈൻഡ് ശരിയല്ലാകാതിരിക്കാൻ പാകത്തിന് എന്തുണ്ടായി? നമ്മൾ സാധാരണക്കാർക്ക് എപ്പോഴും പ്രശ്നങ്ങളാ. എന്റേത് വലിയ പ്രശ്നമാണെന്നേ ഉള്ളൂ. അതിനിടയിൽ ചിരിച്ചു നടക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. തന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ താൻ ഇങ്ങനെ മൂടോട്ടോട്ട് ഇരിക്കുന്നത് കാണാൻ കൊള്ളില്ലടോ. താൻ എപ്പോഴും ഉഷാറായിട്ടിരിക്കുന്നത് കാണാനാ അതിന്റെ ഒരു ഭംഗി. തന്റെ മൂടോട്ട് ഞാൻ മാറ്റട്ടെ? ഇപ്പൊ ശരിയാക്കി തരാം. താനൊന്ന് കണ്ണടിച്ചേ. എന്തിന്? ആ, കണ്ണടയ്ക്കടോ. ആ, ഇനി ആ കൈ ഒന്ന് നീട്ടിക്കേ. നീട്ടടോ. ഓം ക്രീം കുട്ടിച്ചാത്ത. ഇനി കണ്ണു തുറന്ന് നോക്ക്. ഓ, രക്ഷപ്പെട്ടു. ഇത്രയും ദിവസം കയ്യിൽ വച്ചിരുന്നതിന് ഒരടി വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്താ, എന്നോട് ദേഷ്യായോ? ദേഷ്യമല്ല, പിന്നെ ഫോൺ ഇതുവരെ കിട്ടാതിരുന്നപ്പോഴേ ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന് കരുതി ഞാൻ ദേവിക്ക് മുന്നിൽ ഒരു നേർച്ച ഇട്ടായിരുന്നു. എന്ത് നേർച്ച? എടുത്തത് ആരായാലും 2 കൈയും 2 കാലൊടിയാനും പിന്നെ നട്ടെല്ല് പൊട്ടാനും കഴുത്തൊടിയാനും അങ്ങനെ ചെറിയ ചില ശിക്ഷകളൊക്കെ കിട്ടാനാ നേർച്ചയിട്ടത്. ഇതാണോ മോളെ ചെറിയ ശിക്ഷ? ഇതിലും ഭേദം മരിക്കാൻ പ്രാർത്ഥിച്ചൂടായിരുന്നോ? ഇപ്പൊ കിട്ടിയല്ലോ, ഞാൻ ദേവിയോട് പറഞ്ഞോളാം വെറുതെ വിട്ടേക്കാൻ. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താനും നിന്നേ, ഞാനിപ്പോ വരാം. ഫോൺ തിരിച്ചു തന്ന് താൻ എന്നെ ഞെട്ടിച്ചതല്ലേ, അപ്പോ തിരിച്ചും ഞാൻ എന്തെങ്കിലും തരണ്ടേ? ഇനി താൻ കണ്ണടിച്ച് കൈ നീട്ടിക്കേ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഇനി കണ്ണു തുറന്നേ. ഇത് തന്റെ കയ്യിലുണ്ടായിരുന്നോ? ഞാൻ കരുതി എന്റെ എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന്. കുറച്ചു ദിവസം എന്റെ കയ്യിലിരിക്കട്ടെ എന്ന് കരുതി. ഞാനാളൊരു ഡീസന്റ് ആയതുകൊണ്ട് ചെറിയ ശിക്ഷ കിട്ടാൻ നേർച്ചയൊന്നും ഇട്ടില്ല കേട്ടോ. മതി മതി മതി, മോനിനി അതേ പിടിച്ച് തൂങ്ങാതെ ചെല്ല്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പ്ലീസ് ഗെറ്റ് ഔട്ട്. താങ്ക് യു.